ദുബായിൽ C-D പാർക്കിംഗ് സോണുകൾ കൂടി നിലവിൽ വരുന്നു. നിലവിലുള്ള A-B, E-F എന്നിവയ്ക്ക് പുറമെയാണിത്. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ തുടങ്ങിയതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. പുതിയ സോണുകളിൽ A-B സോണുകളിലെ പാർക്കിംഗ് കാർഡുകൾ ഉപയോഗപ്പെടുത്താനാകും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ട്രാഫിക് നിയമലംഘകർക്കായുള്ള പരിശോധനയിൽ 6 ബൈക്കുകൾ ഉൾപ്പെടെ 239 വാഹനങ്ങൾ ജപ്തി ചെയ്തു. 100-ലധികം പോലീസുകാരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. 16 പേർ അറസ്റ്റിലായി. ഇതിൽ ഒരാളെ നാടുകടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം ട്രാഫിക് വിഭാഗം അസിസ്റ്റന്റ് ഉപസെക്രട്ടറി മേജർ ജനറൽ അബ്ദുള്ള അൽ മുഹന്നിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ. ദുബായ് മെട്രോ ഗ്രീൻ ലൈൻ ദീർഘിപ്പിക്കലിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ 2017 ആരംഭിക്കും. നിലവിൽ പാത അവസാനിക്കുന്ന ജദ്ദാഫിൽ നിന്നും അക്കാദമിക് സിറ്റിയിലേക്ക് 20.6 മീറ്ററുകളിലേക്കായിരിക്കും ദീർഘിപ്പിക്കുകയെന്ന് RTA അധികൃതർ അറിയിച്ചു. 11 സ്റ്റേഷനുകൾ കൂടി പുതുതായി വരും. കുവൈറ്റിൽ കഴിഞ്ഞ വർഷത്തെ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ 2014 അപേക്ഷിച്ച് 9% കുറവ് വന്നതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മീഡിയ വിഭാഗം തലവൻ ബ്രിഗേഡിയർ ആദിൽ അൽ ഹർഷ് അറിയിച്ചു. കുവൈറ്റിൽ നടന്നുവരുന്ന സുരക്ഷാ പരിശോധനകളുടെ ഫലമായാണ് ഇത് സാധ്യമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏവിയേഷൻ ഗതാഗത രംഗത്തെ മാറ്റങ്ങളും സാധ്യതകളും ചർച്ച ചെയ്യുന്ന ഗ്ലോബൽ കസ്റ്റമർ സമിറ്റിന് നാളെ ദുബായിൽ തുടക്കമാകും. ദുബായ് JBRലെ റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിൽ വെച്ചാണ് സമിറ്റ് എന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 50-ലേറെ എയർലൈൻ കമ്പനികളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200ഓളം വിദഗ്ധർ പങ്കെടുക്കുമെന്ന് സംഘാടകരായ IBS ചെയർമാൻ VK മാത്യൂസ് അറിയിച്ചു. IBS ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ബ്രതാരി ഘോഷ്, പീറ്റർ സഫായ്, അഭിലാഷ് ഫ്രാൻസിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റാർ നൈറ്റ് 2K16 മെഗാ സ്റ്റേജ് ഷോ സംഘടിപ്പിച്ചു. യുവനടൻ ദുൽഖർ സൽമാൻ, നടി മമത മോഹൻദാസ് എന്നിവർ സംബന്ധിച്ചു. സംസ്ഥാന അവാർഡിന്റെ തിളക്കവുമായി ബഹ്റൈനിലെത്തിയ യുവനടൻ ദുൽഖർ സൽമാൻ, നടി മമത എന്നിവരെ കൂടാതെ ദേശീയ അവാർഡ് നേടിയ സംഗീതജ്ഞൻ ഗോപി സുന്ദർ എന്നിവരും മിമിക്സ് ഹാസ്യപരിപാടികളിൽ 25 വർഷം പിന്നിട്ട കോട്ടയം നസീറും സംഘവും അവതരിപ്പിച്ച കോമഡി സ്കിറ്റുകൾ എന്നിവ വേദിയിൽ അരങ്ങേറി. സിനിമാ സംവിധായകൻ തൗഫീഖ് ആയിരുന്നു ഷോ സംവിധാനം ചെയ്തത്. ഗായകരായ വില്യം, ടൽസി നൈനാൻ എന്നിവരുടെ ഗാനങ്ങളും നർത്തകി ശ്രീയുടെ നൃത്തപരിപാടിയും വേദിയിൽ നടന്നു. പവിത്രൻ നീലേശ്വരമായിരുന്നു ഈവന്റ് കോർഡിനേറ്റർ. ബഹ്റൈനിലുള്ള കലാകാരന്മാരുടെ വിവിധ കലാസൃഷ്ടികളും വേദിയിൽ വെച്ച് കൈമാറി. പരിപാടിയോട് സഹകരിച്ചവർക്കുള്ള ഉപഹാരങ്ങളും നൽകി. ദുൽഖർ സൽമാൻ ആലപിച്ച സുന്ദരിപ്പെണ്ണ എന്ന ഗാനം ഹർഷാരവത്തോടെയാണ് സദസ്യർ വരവേറ്റത്. ബഹ്റൈനിലെ അറിയപ്പെടുന്ന റേഡിയോ ജോക്കി അപ്പുണ്ണിയും മിനി സ്ക്രീൻ അവതാരിക പേളിയുമായിരുന്നു വേദി നിയന്ത്രിച്ചത്. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. ഗൾഫ് സത്യധാര മാസിക പുറത്തിറക്കിയ സൈനുൽ ഉലമ ചെറുശ്ശേരി ഓർമ്മ പതിപ്പ് ദുബായിൽ പ്രകാശനം ചെയ്തു. ഉസ്താദ് അബ്ദുൽ സലാം ഭാഗവി ഉദ്ഘാടനം ചെയ്തു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ റഷീദ് അലി ശിഹാബ് തങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്തു. ഷുഐബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ വാജിദ് റഹ്മാനി സ്മരണിക പരിചയപ്പെടുത്തി. യുഎയിലെ അറ്റ്ലസ് ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സൗജന്യമായി കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെമിനാർ സംഘടിപ്പിച്ചു. ഡോക്ടർ സംഗീത് ഇബ്രാഹിം, മിസ് റബേക്ക ഡെയിൽസ് എന്നിവർ ക്ലാസ് എടുത്തു. KRS നായർ, അഡ്വക്കേറ്റ് YA റഹീം, പ്രമീള ദേവി എന്നിവർ പ്രസംഗിച്ചു. പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ്. സരിതയുടെ ഫോൺ വിശദാംശങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ജാമ്യത്തിലിറങ്ങിയ ശേഷം സരിത നേരിട്ട് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. ഔദ്യോഗിക ഫോണിലൂടെയും പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയുടെ ഫോണിലൂടെയുമായിരുന്നു സംഭാഷണം. തമ്പാനൂർ രവിയുമായാണ് സരിത ഏറ്റവും കൂടുതൽ തവണ ഫോണിൽ ബന്ധപ്പെട്ടത്. ആര്യാടൻ മുഹമ്മദ്, ബെന്നി ബഹനാൻ, അടൂർ പ്രകാശ്,
ഹൈബി ഈഡൻ എന്നിവരും സരിതയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. 2015 മാർച്ച് മുതൽ ഒരു വർഷത്തെ രേഖകൾ പീപ്പിൾ പുറത്തുവിട്ടു. സരിത നായരും മുഖ്യമന്ത്രിയും തമ്മിൽ 2015 മാർച്ച് 1 ടെലിഫോൺ സംഭാഷണം 50 സെക്കൻഡ് നീണ്ടുനിന്നു. സിഎമ്മുമായിട്ട് എൻ്റെ 2 ഫോണിൽ നിന്നും ഞാൻ 2014 ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം, അതായത് ഒരു മിഡ് 2014 ശേഷം ഓഗസ്റ്റ് തൊട്ട് ഏകദേശം 6 തവണയോളം 2014-2015 കാലഘട്ടത്തിലും 2015 കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യമാണ് സാറിന്റെ ഔദ്യോഗിക ഫോണിലേക്ക് ഞാൻ വിളിച്ചിട്ടുള്ളത്. പിന്നീട് മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളും സരിതയും തമ്മിൽ നിരന്തരം ബന്ധപ്പെട്ടതിന്റെയും തെളിവുകളാണ് പുറത്തുവരുന്നത്. സരിത നായർ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇവരുമായെല്ലാം ഫോണിൽ സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയും സരിതയുമായി 34 തവണയാണ് സംസാരിച്ചത്. 2015 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിരുന്നു ഇത്. മുഖ്യമന്ത്രിയുടെ വലംകൈയായി അറിയപ്പെടുന്ന ബെന്നി ബെഹന്നാൻ സരിതയുമായി 80 തവണയാണ് ഫോണിൽ ബന്ധപ്പെട്ടത്. മറ്റൊരു പ്രമുഖനായ തമ്പാനൂർ രവി 515 തവണയാണ് സരിതയുമായി സംസാരിച്ചത്. സരിത സോളാർ കമ്മീഷനിൽ മൊഴി നൽകാനെത്തിയ സമയത്ത് തമ്പാനൂർ രവിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം പുറത്തുവന്നിരുന്നു. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്നായിരുന്നു ഉള്ളടക്കം. സരിതയ്ക്ക് 3 നമ്പറുകളുണ്ടെങ്കിലും 9544023627 എന്ന നമ്പറിലായിരുന്നു വിളികൾ അധികവും. ഹൈബി ഈഡൻ MLA 18 തവണയാണ് സരിതയുമായി ഫോണിൽ ബന്ധപ്പെട്ടതെങ്കിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദ് 41 തവണയാണ് ബന്ധപ്പെട്ടത്. മന്ത്രി അടൂർ പ്രകാശ് 2 തവണയും സരിതയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സരിതയുമായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരും എന്തിന് ഇത്രയേറെ തവണ ഫോണിൽ ബന്ധപ്പെട്ടു എന്ന ചോദ്യമാണ് ഉയർന്നുവരുന്നത്. സരിത നായരെ അറിയുകയില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത്. KG ദിനകർ, തിരുവനന്തപുരം. സരിതയെ പീഡിപ്പിച്ച മുഖ്യമന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്ന് VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിയുടെയും മന്ത്രിമാരുടെയും മുഖംമൂടി അഴിഞ്ഞു വീണമെന്നും UDF-നെ ബഹിഷ്കരിക്കാൻ കേരള ജനത തയ്യാറാകണമെന്നും VS കൊച്ചിയിൽ പറഞ്ഞു. നിയമത്തിന്റെ മുമ്പിൽ നിയമം മുഖ്യമന്ത്രിയെന്നോ അല്ലാത്തവനെന്നോ ഉള്ള തരത്തിലുള്ള വ്യത്യാസം നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവർക്കെതിരായി നടപടിയെടുക്കാൻ ധൈര്യമായി മിസ്റ്റർ ഉമ്മൻചാണ്ടി തയ്യാറാകേണ്ടതാണ്. സരിത ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആരോപണവും യാഥാർത്ഥ്യവും രണ്ടും രണ്ടാണ്. ആരോപണം ആർക്കും ഉന്നയിക്കാമെന്നും കേരളത്തിൽ നടക്കുന്നത് ഇതാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സരിത പറയുന്ന കാര്യങ്ങളിൽ 1% ശരിയുണ്ടെങ്കിൽ അത് ഗുരുതരമായ സ്ഥിതിയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സരിതയുടെ കത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ശക്തിയുണ്ടെന്നും ആരോപിച്ചു. ഇങ്ങനെയൊരു കത്ത് വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സാധ്യതകൾ അനുദിനം തെളിഞ്ഞ് വരുമ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റിനെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ധരിച്ചിരുന്നത് അതും നഷ്ടമായപ്പോൾ UDF-ന്റെ സാധ്യതകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ്. സരിതയ്ക്ക് വധഭീഷണി. മുഖ്യമന്ത്രിക്കെതിരായ കത്ത് പുറത്തുവന്നതിന് ശേഷം ഫോണിൽ നിരന്തരം വധഭീഷണി വരുന്നതായി സരിത. പീപ്പിൾ TVയുടെ അന്യോന്യം പരിപാടിക്കിടയിലും ഭീഷണി വന്നതായി സരിത പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുള്ള സരിത S. നായരുടെ കത്ത് പുറത്തുവന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഭീഷണി കോളുകൾ വന്നു തുടങ്ങിയതെന്ന് സരിത പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ കൊന്നുകളയുമെന്നാണ് പ്രധാന ഭീഷണി. മുഖ്യമന്ത്രിക്കെതിരെ ലെറ്റർ ഓൺ ചെയ്ത സമയം തൊട്ട് കോൾസ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ രാവിലെ ഒരു 9 മണി തൊട്ട് ഫ്രീക്വന്റ് ആയിട്ട് കോൾസ് വരുന്നുണ്ട്. വിളിച്ചിട്ട് പിന്നെ കാല് തട്ടും, അടികൊണ്ട് ചാവും എന്നൊക്കെയാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പറയരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ പീപ്പിൾ TVയുടെ അന്യോന്യം പരിപാടിക്കിടയിലും ഭീഷണി കോളുകൾ വന്നു. പരിപാടി ഉടൻ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതായി സരിതയുടെ സഹോദരൻ ബിനു പറഞ്ഞു. ഈ ഇന്റർവ്യൂ തുടങ്ങിയ സമയം തൊട്ട് ഇത് നിർത്തുന്ന സമയം വരെയും നെറ്റ് കോൾസുകളാണ് കംപ്ലീറ്റ് വരുന്നത്. ചില ആൾക്കാർ വണ്ടി കയറ്റി കൊല്ലുമെന്ന് പറയും, ചില ആൾക്കാർ കൈയും കാലും വെട്ടുമെന്ന് പറയുന്നുണ്ട്, പിന്നെ ചില ആൾക്കാർ വീട് കയറി തീ വെക്കുമെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല, അതുകൊണ്ട് ആ പരിപാടി അങ്ങ് നിർത്താൻ പറ, അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ, ലൈവ് പരിപാടി നിർത്താൻ പറ. കോൺഗ്രസുകാരാണെന്ന് പറഞ്ഞാണ് അധികം കോളുകളും വന്നത്. ചിലത് നെറ്റ് കോളുകളായിരുന്നെന്നും സരിത പറഞ്ഞു. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ട് കാര്യമില്ല, അവർ ഇതിൽ യാതൊരു നടപടിയും എടുക്കില്ലെന്നും സരിത കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മുഖ്യമന്ത്രിക്കെതിരായ കത്ത് പുറത്തുവന്നതിന് ശേഷം സരിതയ്ക്ക് ഭീഷണി. കൊന്നുകളയുമെന്ന് ഫോണിലൂടെയാണ് ഭീഷണി. പീപ്പിൾ ടിവിയുടെ അന്യോന്യത്തിനിടെയും പരിപാടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണി സന്ദേശം ലഭിച്ചതായി സരിത പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ ലെറ്റർ ഓൺ ചെയ്ത സമയം തൊട്ട് കോൾസ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ രാവിലെ ഒരു 9 മണി തൊട്ട് ഫ്രീക്വന്റ് ആയിട്ട് കോൾസ് വരുന്നുണ്ട്. ഫോൺ താഴെ വെക്കാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങളുമായിട്ട് ഇന്റർവ്യൂ നടത്തുന്ന സമയത്തും സെയിം എൻ്റെ ബ്രദർ ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലർ കോൺഗ്രസ്സുകാരാണെന്ന് പറയുന്നുണ്ട്, ചിലർ പിന്നെ പുറത്തുനിന്ന് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പല നെറ്റ് കോൾസ് ഒന്നും വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പിന്നെ കാല് തട്ടും, അടികൊണ്ട് ചാവും എന്നൊക്കെയാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പറയരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ രാഷ്ട്രീയ ആയുധമാക്കിയെന്ന് സരിത. കേസിൽ തന്നെ രക്ഷിക്കാമെന്ന് മുഖ്യമന്ത്രി അമ്മയ്ക്ക് വാഗ്ദാനം നൽകിയിരുന്നു. സോളാറിന്റെ ഓഹരി കൈപ്പറ്റിയ മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരെ കേസെടുക്കാത്തതെന്തെന്നും സരിത ചോദിച്ചു. പീപ്പിൾ ടിവി ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരന്റെ അന്യോന്യ പരിപാടിയിലായിരുന്നു സരിതയുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ സരിത എഴുതിയ കത്ത് പുറത്തുവന്ന പശ്ചാത്തലത്തിലായിരുന്നു സരിത കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി. മുഖ്യമന്ത്രി ചെയ്തതെല്ലാം സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാനുള്ളവയാണെന്നും സരിത അന്യോന്യത്തിൽ പറഞ്ഞു. സോളാറിന്റെ ഓഹരി കൈപ്പറ്റിയവരാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രി ആര്യാടൻ മുഹമ്മദും. ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തതെന്നും സരിത ചോദിച്ചു. സോളാർ ഒറ്റ കേസായി അന്വേഷിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയും ആര്യാടനും കൂട്ടുപ്രതികളാകുമായിരുന്നെന്നും സരിത പറഞ്ഞു. ഉമ്മൻചാണ്ടിയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് രക്ഷപ്പെടുക. കാര്യം ഇതിന്റെ പണം അതിൽ പോയിട്ടുണ്ടെങ്കിൽ ആര്യാടൻ മുഹമ്മദ് ഉമ്മൻചാണ്ടി സാറിന് മാത്രമാണ്. ഇതിനകത്ത് ഇതേപോലെ തന്നെ ആളോഹരി പറ്റിയ ഒരു വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദ് സാറും. എന്തുകൊണ്ട് അവരെ പ്രതിയാക്കിയില്ല? താൻ ജയിലിലായിരുന്നപ്പോൾ തന്നെ രക്ഷിക്കാമെന്ന് മുഖ്യമന്ത്രി അമ്മയ്ക്ക് വാഗ്ദാനം നൽകിയിരുന്നു. തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും വേണ്ടതെല്ലാം ഇതിനായി ചെയ്തോളും. കേസ് ഒത്തുതീർപ്പാക്കാനായി 5 ലക്ഷം രൂപ മുഖ്യമന്ത്രി തന്നിരുന്നതായും സരിത പറയുന്നു. CM തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ കമ്മീഷനിൽ അതിന്റെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കേസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കാം, കേസിൽ ശിക്ഷിക്കപ്പെടാതെ നോക്കാം. അഥവാ ശിക്ഷ വന്നാൽ പോലും മൈനർ ആയിട്ടുള്ള ശിക്ഷകൾ മാത്രമേ വരുള്ളൂ. ഈ പറഞ്ഞ ആൾക്കാരുടെ പണം മൊത്തം തിരിച്ചു കൊടുക്കാം. അവരെ വഴി രവിയും ബെന്നിയും വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്നാണ് അമ്മയോട് പറഞ്ഞത്. എനിക്ക് ഇത്തരം ഒരു മോശം ചരിത്രം ഉണ്ടാക്കി തന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. താൻ മോശക്കാരിയാണെങ്കിൽ എന്തിനാണ് ഇവരെല്ലാം തന്നെ വിളിച്ചത്? സോളാർ കമ്മീഷന് മുന്നിൽ 14 മണിക്കൂർ ഇരുന്നത് മുഖ്യമന്ത്രിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള നാടകമായിരുന്നെന്നും സരിത പറഞ്ഞു. സോളാർ കേസ് ഒറ്റ കേസായി അന്വേഷിക്കണം, തന്നെയും മക്കളെയും ജീവിക്കാൻ അനുവദിക്കണം. ഇതാണ് സരിതയുടെ ഇനിയുള്ള ആഗ്രഹമെന്ന് പീപ്പിൾ ടിവി ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരനുമായി നടത്തിയ അന്യോന്യം പരിപാടിയിൽ സരിത കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടാനാകില്ലെന്ന് ഹൈക്കോടതി. സരിതയ്ക്ക് വിശ്വാസ്യതയില്ലെന്നും പരാതിക്കാരന് വേണ്ടി പ്രതിക്ക് എങ്ങനെ കേസ് നടത്താനാകുമെന്നും കോടതി ചോദിച്ചു. മുഖ്യമന്ത്രിക്കെതിരായ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്ന് സരിത. തെളിവുകൾ പോലീസിനെ ഏൽപ്പിച്ചാൽ നഷ്ടപ്പെടുമെന്ന് ആശങ്കയുണ്ടെന്നും സരിത പറഞ്ഞു. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനം ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഇൻഫോസിസ് മുൻ CEO ഷിബുലാൽ വെബ്സൈറ്റിന്റെ പ്രകാശനോദ്ഘാടനം നിർവഹിച്ചു. www.pinarayivijayan.in എന്നതാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ വെബ്സൈറ്റ് വിലാസം. പിണറായി വിജയന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള മറുപടിയും വെബ് പേജിലുണ്ട്. കാഴ്ചപ്പാടുകൾ എന്ന പേജിലാണ് ഇതെല്ലാം വരിക. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഹെഡ്ലൈൻസ് എന്ന വിഭാഗത്തിൽ ഒരുക്കിയിരിക്കുന്നു. പിണറായി വിജയന്റെ അഭിമുഖം ഗാലറി പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ, ഐപാഡ്, മൊബൈൽ തുടങ്ങി എല്ലാത്തിലും വെബ്സൈറ്റിന്റെ സാന്നിധ്യം ഉണ്ടാകും വിധമാണ് സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കനകക്കുന്നിൽ നടന്ന ചടങ്ങിൽ ഇൻഫോസിസ് മുൻ CEO ഷിബുലാൽ വെബ്സൈറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. സമൂഹത്തിലെ പ്രശ്നങ്ങളിലേക്ക് നവമാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടൽ, അതിനുമപ്പുറം ജനങ്ങളുമായുള്ള സംവദിക്കൽ, ഇതൊക്കെയാണ് വെബ്സൈറ്റിന്റെ ലക്ഷ്യമെന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. എങ്ങനെ കേരളം അഭിവൃദ്ധിപ്പെട്ടു വരണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരാണ്. അപ്പോൾ അവരുമായി സംവദിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് കൂടിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അവരിലേക്ക് എത്താനും അവരോട് ചേർന്ന് നിൽക്കാനും ഇത്തരമൊരു മാധ്യമം നല്ലതുപോലെ ഉപകരിക്കും എന്ന് തന്നെയാണ് കാണുന്നത്.
CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും MLAയുമായ ഡോക്ടർ തോമസ് ഐസക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, CPIM നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രൻ, TN സീമ, CP നാരായണൻ MP, സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആരോപണ വിധേയരായ മന്ത്രിമാരെയെല്ലാം ഉൾപ്പെടുത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 83 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത്. പയ്യന്നൂർ, കല്യാശ്ശേരി, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് തൃക്കാക്കരയിൽ നിന്നും ബെന്നി ബെഹനാനെ മാറ്റി PT തോമസിനെ സ്ഥാനാർത്ഥിയാക്കി. ഒരാഴ്ച നീണ്ടുനിന്ന തർക്കങ്ങൾക്കും നേതാക്കൾ തമ്മിലുള്ള കൊമ്പുകോർക്കലിനും ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. അഴിമതി ആരോപണം നേരിടുന്ന മന്ത്രിമാരെയും തുടർച്ചയായി മത്സരിച്ചവരെയും ഒഴിവാക്കണമെന്ന KPCC പ്രസിഡന്റ് VM സുധീരന്റെ ആവശ്യം ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ അടിയറ വെക്കേണ്ടി വന്നു. ഉമ്മൻചാണ്ടിയുടെ ഭീഷണിക്ക് വഴങ്ങിയ ഹൈക്കമാൻഡ് ആരോപണ വിധേയരായ മുഴുവൻ മന്ത്രിമാരെയും ഉൾപ്പെടുത്തിയാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. കോന്നിയിൽ അടൂർ പ്രകാശും തൃപ്പൂണിത്തുറയിൽ K ബാബുവും KC ജോസഫ് ഇരിക്കൂറിലും മത്സരിക്കും. ഇരിക്കൂറിൽ KC ജോസഫിന്റെ പേര് വെട്ടി രാഹുൽ ഗാന്ധി സജീവ് ജോസഫിനെ നിർദ്ദേശിച്ചിരുന്നെങ്കിലും പിന്നീട് രാഹുൽ ഗാന്ധിക്കും മുട്ടുമടക്കേണ്ടി വന്നു. 39 സിറ്റിംഗ് MLAമാരിൽ 33 പേരും പട്ടികയിൽ ഇടം പിടിച്ചു. എന്നാൽ പുതുമുഖങ്ങൾക്കും വനിതകൾക്കും അർഹമായ പരിഗണന ലഭിക്കാത്ത പട്ടികയാണ് പുറത്തുവന്നതെന്ന വിമർശനം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. 83 അംഗ പട്ടികയിൽ 7 വനിതകൾക്ക് മാത്രമാണ് ഇടം നേടാനായത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ എന്നിവർക്ക് സീറ്റ് ലഭിച്ചില്ല. നേതാക്കൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കൊടുവിൽ ഹൈക്കമാൻഡ് പട്ടിക അംഗീകരിച്ചെങ്കിലും ഈ സമവായം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ദില്ലിയിലെ AICC ആസ്ഥാനത്ത് നിന്നും M സന്തോഷ്. ബെന്നി ബെഹനാൻ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലാത്തതിൽ ദുഃഖമുണ്ടെന്ന് ഉമ്മൻചാണ്ടി. നിയമസഭയിൽ എത്തേണ്ടയാളായിരുന്നു ബെന്നിയെന്നും PT തോമസിനോട് വിരോധമില്ലെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഹൈക്കമാൻഡ് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മുഖ്യ ഘടകമായി കണക്കിലെടുത്ത് മുമ്പോട്ട് നിന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കും. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFും ഒന്നിച്ച് തന്നെ ഐക്യത്തോടെ പ്രവർത്തിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല വിജയം UDFന് ഉണ്ടാകും. ബെന്നി ബെഹനാൻ നല്ലൊരു MLA ആണ്. കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച MLA ആണ്. അദ്ദേഹം വീണ്ടും നിയമസഭയിലേക്ക് വരണമെന്ന് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് സാധിക്കാതെ വന്നിട്ടുണ്ട്. UDFിന് തുടർ ഭരണം ഉറപ്പാക്കുന്ന പട്ടികയാണ് ഹൈക്കമാൻഡ് പുറത്തിറക്കിയതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തുടർ ഭരണം, UDFിൻ്റെ തുടർ ഭരണം എന്നുള്ള ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായകരമാകുന്ന രീതിയിൽ ഉത്തേജനം നൽകുന്ന, ജനങ്ങളുടെ പ്രതീക്ഷ ശക്തിപ്പെടുത്തുന്ന, ഭേദപ്പെട്ട നല്ലൊരു ലിസ്റ്റാണ് അംഗീകരിച്ച് വന്നിട്ടുള്ളത് എന്ന് സംതൃപ്തിയോടുകൂടി പറയാൻ സാധിക്കും. കോതമംഗലത്ത് ആന്റണി ജോൺ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. SFI മുൻ ജില്ലാ പ്രസിഡന്റും DYFI ബ്ലോക്ക് സെക്രട്ടറിയുമാണ് ആന്റണി ജോൺ. തൊടുപുഴയിൽ അഡ്വക്കേറ്റ് റോയ് വാരിക്കാട്ടിനെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാനും CPM തീരുമാനിച്ചു. ഇതോടെ CPM മത്സരിക്കുന്ന 92 സീറ്റുകളിലും സ്ഥാനാർത്ഥികളായി. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് 2 പേരുടെയും സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചത്. UDF സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ജോണി നെല്ലൂരിനെ പിന്തുണയ്ക്കേണ്ടെന്നും സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. സ്വർണ്ണ വ്യാപാര രംഗത്തെ പ്രമുഖരായ ചുങ്കത്ത് ജ്വല്ലറിയുടെ ശതാബ്ദി സമർപ്പണം ഇരിങ്ങാലക്കുടയിൽ നടന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഭദ്രദീപം കൊളുത്തിയ ചടങ്ങിൽ ചുങ്കത്ത് ഗ്രൂപ്പ് ചെയർമാൻ CP പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. രാജീവ് പോൾ ഇരിങ്ങാലക്കുട ഷോറൂമിന്റെ ആദ്യ വിൽപ്പന നടത്തി. ചുങ്കത്ത് ജ്വല്ലറി ബ്രാഞ്ചുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചുങ്കത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഇന്നസെന്റ് MP നിർവഹിച്ചു. ഇന്ത്യയിലെ പ്രമുഖ മൾട്ടി ബ്രാൻഡഡ് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഹൈപ്പർ മാർക്കറ്റായ
കോസ്മോസ് സ്പോർട്സ് ലോകത്തിലെ ഏറ്റവും വലിയ ബാഡ്മിന്റൺ റാക്കറ്റ് നിർമ്മിച്ചു. റാക്കറ്റിന്റെ പ്രകാശനം കോഴിക്കോട് MP MK രാഘവൻ നിർവഹിച്ചു. കോസ്മോസ് സ്പോർട്സിൽ നടന്നുവരുന്ന ബാഡ്മിന്റൺ ഫെസ്റ്റിന്റെ ഭാഗമായാണ് ഭീമൻ റാക്കറ്റ് നിർമ്മിച്ചത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കുഞ്ഞാലി, മുൻ വോളിബോൾ താരം അബ്ദുൽ നാസർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പശ്ചിമ ബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു. പശ്ചിമ ബംഗാളിൽ 83%, അസമിൽ 75%മാണ് പോളിംഗ്. അസമിൽ 65 മണ്ഡലങ്ങളിലേക്കും ബംഗാളിൽ 18 മണ്ഡലങ്ങളിലേക്കുമാണ് വോട്ടെടുപ്പ് നടന്നത്.